ഹലോ, നമസ്കാരം. നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്ന പോലെ നമ്മുടെ നോമ്പ് അടുത്ത് വരികയാണ്. നോമ്പ് അടുത്ത് വരുന്നതുകൊണ്ട് തന്നെ പല ഷോപ്പുകളും നോമ്പിൻ്റെ സമയത്ത് അടച്ചിടും. അതിൽ നല്ലൊരു ശതമാനം ഷോപ്പുകളും ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ക്ലോസ് ചെയ്യാനുള്ള ചാൻസുകളുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഷോപ്പ് നമ്മുടെ റൂട്ടിൽ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും പരിശ്രമിക്കുക. അതുപോലെ തന്നെ ഈ നോമ്പിന് ഇനി ആകെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമാണുള്ളത്. അപ്പോൾ ആ നോമ്പാവുന്നതിന് മുമ്പായിട്ട് നാളെ മുതൽ തന്നെ എല്ലാവരും നമ്മുടെ ഷോപ്പുകളിൽ ക്രെഡിറ്റ് ഉണ്ടെങ്കിൽ അത് തീർക്കാനുള്ള കാര്യങ്ങൾ പറയാം. ഈ വരുന്ന ഇത്രയും ദിവസങ്ങൾ കൊണ്ട് ഇത്ര രൂപ വെച്ച് തന്നാൽ നിങ്ങളുടെ ക്രെഡിറ്റ് തീരുമെന്നുള്ളതും അങ്ങനെ തീർക്കണം എന്നുള്ളതും കമ്പനിയുടെ റൂളാണത് എന്നുള്ളതും പറയാം. കാരണം ടോട്ടൽ ഷോപ്പിൻ്റെ ഒരു 10% ഷോപ്പുകൾ നോമ്പ് കഴിഞ്ഞാൽ തുറക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമായിരിക്കും. അപ്പോൾ ആളുകൾ മാറാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നിർബന്ധമായിട്ടും എല്ലാവരും അതിന് വേണ്ടിയിട്ട് നാളെ മുതൽ തന്നെ പരിശ്രമം നടത്തുക. രണ്ടാമത് പറയാനുള്ളൊരു കാര്യം, നമ്മുടെ ഷോപ്പുകളിലെ അസറ്റുകൾ, ഈ അടക്കുന്ന ഷോപ്പുകളിൽ നമ്മുടെ അസറ്റ്, അതായത് ഫ്രീസർ, പഫ് ബോക്സുകൾ, അങ്ങനത്തെ കാര്യങ്ങളില്ല എന്നുള്ളതും ഉറപ്പുവരുത്തുക. അവിടെ ഷോപ്പ് തുറന്നില്ല എന്നുണ്ടെങ്കിൽ ആ അസറ്റുകൾ നമുക്ക് നഷ്ടപ്പെടും. അതുപോലെ തന്നെ അവർ വിൽക്കുന്ന കൂട്ടത്തിൽ ഈ ഷോപ്പ് അഥവാ വിൽക്കുകയാണെങ്കിൽ നമ്മുടെ അസറ്റും കൂട്ടിയിട്ട് അവർ വിൽക്കുന്ന ഒരു സിറ്റുവേഷൻ വരും. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുക. നോമ്പിനും അതല്ലാത്തപ്പോഴും നമ്മുടെ അസറ്റുകളുള്ള ഷോപ്പുകളിൽ നിർബന്ധമായിട്ട് നമ്മുടെ ഉൽപ്പന്നങ്ങൾ എടുക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. ഇൻ കേസ് എടുക്കാത്തൊരു സാഹചര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഫ്രീസർ അല്ലെങ്കിൽ ആ VC കൂളർ തിരിച്ചു വിളിക്കാനുള്ള സംവിധാനങ്ങളും ചെയ്യുക. എല്ലാവരും നല്ല രീതിയിൽ പ്രവർത്തിക്കുക. താങ്ക് യു.